കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 247 ഖണ്ഡിക. പുത്രനിൽ നിന്നും എന്ന പ്രയോഗം 381 കോൺസ്റ്റന്റിനിപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ ഇല്ലായിരുന്നു. എങ്കിലും വിശുദ്ധ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ഒരു പുരാതന ലത്തീൻ അലക്സാണ്ട്രിയൻ പാരമ്പര്യമനുസരിച്ച് 447 ഇത് 76 വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിരുന്നു. 451 കാൽസിഡോൺ സൂനഹദോസിൽ വച്ച് 381 കോൺസ്റ്റന്റിനിപ്പോൾ വിശ്വാസ പ്രമാണം റോമൻ സഭ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ആയിരുന്നു ഇത്. പുത്രനിൽ നിന്നും എന്ന പ്രയോഗം വിശ്വാസ പ്രമാണത്തിൽ ചേർക്കുന്ന പതിവ് ലത്തീൻ ആരാധനക്രമത്തിൽ ക്രമേണ പ്രചാരത്തിൽ വന്നു. നിക്യ കോൺസ്റ്റന്റിനിപ്പോൾ സൂനഹദോസിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ ലത്തീൻ ആരാധനക്രമം പുത്രനിൽ നിന്നും എന്ന് കൂട്ടിച്ചേർത്ത് ഓർത്തഡോക്സ് സഭയുമായുള്ള അഭിപ്രായാന്തരത്തിന് ഇന്നും ഒരു കാരണമാണ്. പൗരസ്ത്യ പാരമ്പര്യം ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ പ്രഭമായിട്ടാണ് പിതാവ് അവതരിപ്പിക്കുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്നുവെന്നാണ് പൗരസ്ത്യ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നും പ്രഖ്യാപിക്കുമ്പോൾ പാശ്ചാത്യ പാരമ്പര്യം പ്രഥമമായും പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം ഊന്നിപ്പറയുന്നു. പാശ്ചാത്യ സഭയുടെ ഈ നിലപാട് യുക്തിയുക്തവും സമുചിതവുമാണ്. കാരണം ദൈവിക വ്യക്തികളുടെ സദൈക്യത്തിലെ നിത്യമായ ക്രമം ദ്യോതിപ്പിക്കുന്ന സത്യം ഇതാണ്. അപ്രഭവ പ്രഭവൻ എന്ന നിലയ്ക്ക് പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ പ്രഭവമായിരിക്കുന്നു. അതോടൊപ്പം ഏകജാതൻ്റെ പിതാവായിരിക്കുന്നതിനാൽ അവിടുന്ന് പുത്രനോടൊത്ത് പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പെടലിനുള്ള ഏക പ്രഭവവുമാണ്. യുക്തിയുക്തമായ ഈ അന്യോന്യ പൂരകത്വം അത് കർക്കശമാക്കിയിടത്തോളം കാലം എല്ലാവരും ഏറ്റുപറയുന്ന ഓരോ രഹസ്യത്തിലെ വിശ്വാസത്തിൻ്റെ ഏകതയെ ഹാനികരമായി ബാധിക്കുകയില്ല. ആരംഭം മുതലേ പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന ആവിഷ്കൃത സത്യം മുഖ്യമായും മാമോദീസായിലൂടെ സഭയുടെ സജീവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചിരുന്നു. മാമോദീസായിലെ വിശ്വാസ പ്രഖ്യാപനത്തിലും സഭയുടെ പ്രഘോഷണത്തിലും മതബോധനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന വിശ്വാസം ആവിഷ്കരിക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം പ്രകടമാക്കുന്ന ചില വാക്യങ്ങൾ അപ്പസ്തോലിക ലിഖിതങ്ങളിൽ തന്നെ കാണാം. അതിനുദാഹരണമാണ് കുർബാനയിൽ സ്വീകരിച്ചിട്ടുള്ള ഈ ആശീർവാദം തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ത്രിത്വത്തിലുള്ള വിശ്വാസത്തിന് കൂടുതൽ വ്യക്തത നൽകാൻ ആദ്യ ശകലങ്ങളിൽ സഭ യത്നിച്ചു. ഈ വിശ്വാസ സത്യത്തിലേക്ക് കൂടുതൽ ഉൾക്കാഴ്ച ലഭിക്കുന്നതിനും അതിനെ വികലമാക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ യജ്ഞം. ത്രിത്വത്തെ സംബന്ധിക്കുന്ന വിശ്വാസത്തിന് സുവ്യക്തത പകർന്നത് സഭയുടെ ആദ്യകാല കൗൺസിലുകളാണ്. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര രചനയുടെയും ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസ ബോധനത്തിൻ്റെയും സഹായത്തോടെ സഭയുടെ ആദ്യകാല കൗൺസിലാണ് ഈ ദൗത്യം നിർവഹിച്ചത്. ത്രിത്വത്തെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് സഭയ്ക്ക് തത്വശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങളുടെ സഹായത്തോടെ സ്വന്തമായ പദവ്യൂഹം രൂപപ്പെടുത്തേണ്ടി വന്നു. ഇങ്ങനെയുള്ള സംജ്ഞകളാണ് സത്ത, വ്യക്തി അല്ലെങ്കിൽ ഉപസ്ഥിതി, ബന്ധം മുതലായവ. ഈ പ്രക്രിയയിലൂടെ സഭ അവളുടെ വിശ്വാസത്തെ മാനുഷിക ജ്ഞാനത്തിന് അടിയറവ് വയ്ക്കുകയല്ല ചെയ്തത്. പ്രത്യുത പ്രസ്തുത പദങ്ങൾക്ക് അഭിനവവും അത്ഭുതപൂർവവുമായ അർത്ഥം നൽകുകയാണ് ചെയ്തത്. പിന്നീടുള്ള കാലത്ത് മനുഷ്യബുദ്ധിയുടെ സീമകൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ഒരു അവാച്യമായ രഹസ്യത്തെ ദ്യോതിപ്പിക്കുകയാണ് പ്രസ്തുത പദങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സഭ ഉപയോഗപ്പെടുത്തുന്ന ചില പ്രധാന പദങ്ങൾ താഴെ പറയുന്നവയാണ്. സത്ത, സാരാംശം, പ്രകൃതി എന്നീ പദങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. എന്ന പദം ദൈവിക ഉണ്മയെ അതിൻ്റെ ഐക്യത്തിൽ ദ്യോതിപ്പിക്കുന്നു.
വ്യക്തി അഥവാ ഉപസ്ഥിതി എന്ന പദം പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവർക്കിടയിലുള്ള യഥാർത്ഥമായ വ്യക്തിത്വത്തിൽ ദ്യോതിപ്പിക്കുന്നു. ബന്ധം എന്ന പദം പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികൾക്കും തമ്മിലുള്ള ബന്ധത്തിൽ വേരൂന്നിയിട്ടുള്ളതാണ്. അവർക്കിടയിലെ വ്യതിരിക്തത എന്ന വസ്തുത ദ്യോതിപ്പിക്കുന്നു.